ഡോക്ടർമാരില്ലാത്തതിനാൽ ചികിത്സാ പ്രതിസന്ധി രൂക്ഷമാകുന്നതായി പരാതി. നൂറുകണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ ബായാർ കുടുംബാരോഗ്യ കേന്ദ്രത്തോടാണ് അധികൃതരുടെ ഈ അനാസ്ഥ. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 2020-21 വർഷത്തിൽ കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ ബായാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചു മാസങ്ങളാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ സ്ഥിരമായി ഡോക്ടർമാരില്ലാത്തതിനാൽ പരാതിയും പ്രതിഷേധവും വ്യാപകമായിരുന്നു. 3 ഡോക്ടർമാരാണ് ഇവിടെ സേവനത്തിനായി വേണ്ടത്. നിലവിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണിവരെ മാത്രമാണ് OP ചികിത്സയും. കാർഷിക മേഖലയായതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരുടെ ഏക ആശ്രയം കൂടിയാണ് ഈ ആതുരാലയം. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ കുറവ് ഇവരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ദിവസേന നിരവധി രോഗികൾ എത്തുന്നത് കൊണ്ട് തന്നെ ഒരു ഡോക്ടർ മാത്രം രോഗികളെ പരിശോധിക്കുമ്പോൾ ഡോക്ടർമാർക്കും രോഗികൾക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെയായും ഭരണകൂടം ഇവരുടെ ആവശ്യത്തിന് ചെവി കൊടുത്തിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏറ്റവും കൂടുതൽ കർഷകർ താമസിക്കുന്ന സ്ഥലമാണ്, നിർദ്ദിഷ്ട കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ബായാർ, പയ്യോളിക്ക, ഇത്തരത്തിൽ മികച്ചിപ്പാർ, ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ. പക്ഷേ ഇവിടെ 300ഓളം ഒരു ദിവസം OP ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഒരു ഡോക്ടർ ഈ 300ഓളം OP എങ്ങനെ നിയന്ത്രിക്കും എന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു മൂത്രം ഒഴിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പോകാനും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മുരളി ഡോക്ടർ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, നല്ല രീതിയിൽ ജനങ്ങളെ സേവിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. പക്ഷേ ഇവിടെ ഇനിയും 2 പോസ്റ്റ് ഒഴിവുണ്ട്. പക്ഷേ ഇതിന് നികത്താനുള്ള കഴിവോ ഇതോ പിന്നെ പഞ്ചായത്തിന് 2 സ്റ്റാഫുകൾ നൽകുന്നുണ്ടെന്ന് ഇവർ ലഭിച്ചിട്ടുണ്ട്. 2 സ്റ്റാഫുകൾ ഇവിടെ പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ കൊടുക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള ഡെയിലി വേജസിന് ജോലി ചെയ്യാനുള്ള ഡോക്ടർമാരില്ല. അതിന് ബന്ധപ്പെട്ട അധികാരികൾ, ബന്ധപ്പെട്ട ആളുകൾ ഇതിനു വേണ്ടിയ രീതിയിൽ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലുള്ള ഫാർമസിസ്റ്റിന് വേതനം നൽകുന്നത് ഗ്രാമപഞ്ചായത്താണ്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും പിന്നീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിക്കായി നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ലെന്ന പരാതിയുമുണ്ട്. 24 മണിക്കൂർ OP സൗകര്യമുണ്ടാകുമെന്ന് ഉദ്ഘാടന സമയത്ത് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയതിലുള്ള പരാതിയിലും പ്രതിഷേധത്തിലുമാണ് പ്രദേശവാസികൾ. എത്രയും വേഗം ഈ ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.